വല്യഞ്ഞിന്റെ ഭാര്യ പദവി ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്. പൂർണ്ണ മനസ്സോടെ. കല്യാണി, നീ എന്തൊക്കെയായി വിളിച്ചു പറയുന്നേ? നിനക്കെന്താ സ്വബോധം നഷ്ടപ്പെട്ടോ? നല്ല ബോധത്തോടെ തന്നെയാ വല്യൂഞ്ഞ ഞാൻ പറയണേ. ഞാൻ വല്യൂഞ്ഞിനെ സ്നേഹിച്ചതും നമ്മൾ തമ്മിൽ വിവാഹം കഴിച്ചതും വലിയ തെറ്റായി പോയെന്ന് എന്റെ അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചു. അർഹതയില്ലാത്തത് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ തന്നെ മുൻകൈ എടുത്ത് വല്യൂഞ്ഞിന്റെ കല്യാണം നടത്തും. അത് നടക്കണം. കല്യാണി, അരുത്. എന്റെ മരണം കൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നീ എടുക്കുന്ന തീരുമാനം കൊണ്ട് എന്നെ എത്ര നാൾ നിനക്ക് ജീവനോട് ഇരുത്താൻ കഴിയും? ജനിച്ചാൽ ഒരിക്കൽ മരിച്ചല്ലേ പറ്റൂ. എന്റെ സമയമാകുമ്പോൾ എനിക്ക് പോയല്ലേ പറ്റത്തുള്ളൂ. നിങ്ങൾ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. വലിയവരിൽ വലിയവനായ അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണം. അവിടുന്ന് പറഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണ്. വിലാസിനി ആന്റിയുടെ ഈ വരവിൽ എന്തോ പ്രത്യേകതയുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ പ്രിയങ്കെ. അല്ലെങ്കിൽ തന്നെ എന്നാണ് ചൂടൻ വാർത്തകളൊന്നുമില്ലാതെ തൃച്ചംബരത്തെ വിലാസിനി നാഗമഠത്തെ പ്രിയങ്കയുടെ വീട്ടിലേക്ക് പുറപ്പെടുന്നത്? ആ, ആളെത്തിയല്ലോ. പ്രിയങ്കെ, തൃച്ചംബരത്തെ കാര്യങ്ങളെല്ലാം കുഴഞ്ഞു മറിയുന്നു. അതെ, നീ അകത്തേക്ക് വാ, എല്ലാം പറയാം. ഇവിടെ നിൽക്കുന്നൊന്നും അത്ര സേഫ് അല്ല. വാ. ആന്റി, ഇതേ നാഗമഠം തറവാടാ. ഇവിടെയുള്ള സേഫ്റ്റി ആന്റിക്ക് തൃച്ചംബരത്ത് പോലും കിട്ടില്ല. കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ശിവരാമൻ വീണ്ടും പൂർണ്ണ ആരോഗ്യത്തോടെ തറവാട്ടിലേക്ക് എത്തിയല്ലേ? അയ്യോ, ശിവരാമേട്ടൻ തൃച്ചംബരത്തേക്ക് എത്തിയ വിവരം പറയാനല്ല ഞാൻ ഇങ്ങോട്ട് പാഞ്ഞു വന്നെ. പിന്നെ തൃച്ചംബരത്ത് ഋഷികേശ സ്വാമികൾ വന്നിരുന്നു. ആര്? അഖിലയുടെ ഇളയച്ചനം? ആ, അതെ, സാക്ഷാൽ ഋഷികേശ സ്വാമികൾ തന്നെ. അപ്പോ എന്തെങ്കിലും പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ടാവുമല്ലോ. എന്ത് പുതിയ പൂജയാ തൃച്ചംബരത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? പൂജയൊന്നും അല്ല പ്രിയങ്കേ, കല്യാണം. കല്യാണോ? ആ, തൃച്ചംബരത്തിന് ആരാ കല്യാണം കഴിക്കാനുള്ള? തൃച്ചംബരത്തെ മൂത്ത പുത്രനായ ആനന്ദകൃഷ്ണന് കല്യാണം. കൊള്ളാം. അമ്മായി അച്ഛന്റെ ജീവൻ രക്ഷിക്കാൻ മരുമകളുടെ ത്യാഗം. ഒരുപക്ഷെ
പുരാണത്തിലോ ചരിത്രത്തിലോ പരിധിയാൽ പോലും ഇതുപോലൊരു ത്യാഗത്തിന്റെ കഥ കണ്ടെത്താനായെന്ന് വരില്ല. അല്ല, ആനന്ദ് ഇതിന് സമ്മതിച്ചോ? ഒരിക്കലും സമ്മതിക്കില്ല. സ്വന്തം അച്ഛന്റെ ജീവനേക്കാൾ വലുത് എന്നും കല്യാണിയുടെ പ്രണയം തന്നെയായിരിക്കും. ആ അവിടെയും തെറ്റി. കല്യാണിയുടെ തീരുമാനമാണ് തന്റെയും തീരുമാനമെന്ന് പറഞ്ഞ് ആനന്ദ് മുറിയിൽ കയറി വാതിലടച്ചു. ശരി, എല്ലാം കണ്ടിട്ട് മഹാസൂത്രശാലിയായ തൃച്ചംബരത്ത് വിലാസിനെ ആന്റിക്ക് എന്ത് തോന്നി? അല്ല, തന്ത്രങ്ങളുടെ കാര്യത്തിൽ ആന്റി മോശമല്ലല്ലോ. ഇത് കല്യാണിയുടെ തന്ത്രമാകാനേ വഴിയുള്ളൂ. There you are. വെറുതെ അല്ല ആന്റിയെ ശകുനിക്ക് മന്ദരയിലുള്ളവളെന്ന് വിശേഷിപ്പിക്കുന്നു. കൂർമ്മ ബുദ്ധിയാ ആന്റിക്ക്. ആ ശരി. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ പലരും എന്നെ നോട്ടം ഇട്ടിരുന്നു പ്രിയങ്കെ. ഇനിയും വൈകിയ ഈ തിരക്കില് ഞാൻ എങ്ങോട്ട് പോയി എന്നുള്ള അന്വേഷണങ്ങളാവും. എന്തായാലും തൃച്ചംബരത്തൊരു ത്രാസ് തൂങ്ങിയാടി തുടങ്ങി ആന്റി. സ്നേഹം കൊണ്ട് തുലാഭാരം തൂക്കാനല്ല, അച്ഛന്റെ ജീവനാണോ മകന്റെ ജീവിതമാണോ വലുതെന്ന് തൂക്കി നോക്കാൻ. ഏതെങ്കിലും ഒരു തട്ട് താഴ്ന്നേ മതിയാവൂ ആന്റി. അതോടെ താളം തെറ്റും തൃച്ചംബരം കുടുംബത്തിന്റെ സമാധാനം. ആ താളം തെറ്റൽ കാണാനല്ലേ നമ്മൾ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നത്. ഓ, നിങ്ങൾ എണ്ണയോ മണ്ണെണ്ണയോ ഒക്കെ ഒഴിച്ച് കാത്തിരിക്കുകയോ കാത്തു കിടക്കുകയോ ചെയ്യ്. ഞാൻ ഇറങ്ങുക. എന്നാ ശരി. ഈ പ്രവചനത്തിന്റെ പിന്നിൽ ഒരു ചതി ഒളിഞ്ഞിരിക്കുന്നുണ്ടല്ലോ പ്രിയങ്കെ. ഋഷികേശ സ്വാമികൾ ആനന്ദിനെയും കല്യാണിയുമാണ് എയിം ചെയ്തിരിക്കുന്നത്. അത് ആർക്കു വേണ്ടിയായിരിക്കും? സംശയമെന്ത്? തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിക്ക് വേണ്ടി. എന്താ വേണ്ടേ? ചായയോ കാപ്പിയോ എന്തെങ്കിലും? ഒന്നും വേണ്ട. അതിനല്ല ഞാൻ നിന്നെ വിളിച്ചത്. കാഴ്ചപ്പാടുകളും മുൻവിധികളും ഒക്കെ പലപ്പോഴും തെറ്റാറുണ്ട്. അങ്ങനെ ഒരു തെറ്റ് പറ്റിയതിന്റെ ചെറിയ ദുഃഖത്തിലാണ് ഞാൻ. സാറെന്താ പറയുന്നെന്ന് വിശദമായി പറയാം. ഏതൊരച്ഛനെയും പോലെ തന്നെ ഞാനും സ്വന്തം മകളോടുള്ള സ്വാർത്ഥത കലർന്ന സ്നേഹത്തിന്റെ പേരിലും തൃച്ചംബരത്തെ ഏക ബന്ധു എന്ന അഹങ്കാരത്തിലും ചില നന്മകൾ കാണാനുള്ള കാഴ്ച എനിക്ക് നഷ്ടപ്പെട്ടു. ഞാൻ കാണാൻ ശ്രമിക്കാത്ത ഒരു നന്മയാണ് കല്യാണി. തൃച്ചംബരത്തെ മൂത്ത മകനെ മയക്കിയെടുത്ത ഒരു അടുക്കളക്കാരിയായിട്ട് മാത്രമേ ഞാൻ കല്യാണിയെ കണ്ടിരുന്നുള്ളൂ. അതല്ല ആനന്ദ് വിവാഹം ചെയ്ത കല്യാണിയെന്ന് മനസ്സിലാക്കാൻ അല്പസമയമെടുത്തു, അത്രമാത്രം. മാത്രമല്ല, നന്ദനയെ തൃച്ചംബരത്തേക്ക് വിവാഹം ചെയ്ത് അയച്ച ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ദിവസം ഒരുമിച്ച് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇപ്പോഴാണ് ഇവിടത്തെ പലരെയും എനിക്കേറെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കല്യാണി, നിന്നെ ഉപദേശിക്കാനൊന്നും ഞാനില്ല. പിന്നെ ഇപ്പൊ ഓർത്തുപോകുന്ന ഒരു കഥ ഞാൻ പറയാം. അച്ഛനായ യയാതിക്ക് ജരാനരകൾ ബാധിച്ചപ്പോ സ്വന്തം യൗവനം ദാനം ചെയ്ത ഭുരുവിന്റെ കഥ. മകന്റെ കയ്യിൽ നിന്ന് ദാനമായി കിട്ടിയ യൗവനം കുറ്റബോധം കൊണ്ട് ആ അച്ഛന് പ്രയോജനപ്പെട്ടുമില്ല. മകന്റെ ജീവിതം എന്നേക്കുമായി ഇരുട്ടിലുമായി. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം കല്യാണിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. തൃച്ചംബരത്ത് ശിവരാമകൃഷ്ണൻ പരമസാത്വികനും തെളിച്ചമുള്ള മനസ്സിന്റെ ഉടമയുമാണ്. അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്താൻ കല്യാണി ചെയ്യുന്ന ത്യാഗമെന്ന് പറയുന്നത് മഹനീയം തന്നെയാണ്. പക്ഷേ അത് സ്വന്തം ജീവിതം ബലിക്കല്ലിൽ അർപ്പിച്ചുകൊണ്ടാവരുത്. ഇവിടത്തെ വിശ്വാസപ്രകാരം
ശിവരാമകൃഷ്ണന്റെ ജീവന് ആപത്തൊന്നും വരില്ലായിരിക്കാം. പക്ഷേ ആ മനുഷ്യൻ പിന്നെ ജീവിക്കുന്നത് ഉരുകി ഉരുകി തീരുന്ന ഒരു മെഴുകുതിരി പോലെയായിരിക്കും. മകന്റെ കുടുംബജീവിതം തകർത്ത ഒരു അച്ഛനായി ഹൃദയം തകർന്ന അയാൾ ജീവിക്കും, മൃതപ്രായനായി, സ്വയം വേട്ടയാടപ്പെട്ട മനസ്സുമായി. നോക്കിക്കോ, എന്തു വില കൊടുത്താ നീക്കം ഞാൻ തടയും. കല്യാണി ഇവിടെ അങ്കിളുടെ ജീവനാ വില കൊടുക്കുന്നത്. അത് ആ വഴിക്ക് ചിന്തിക്കുമ്പോ ഒരു പക്ഷെ ശരിയായിരിക്കാം. പക്ഷെ അതിന് ഈ വഴിയല്ല തെരഞ്ഞെടുക്കേണ്ടത്. ഇവിടെ എത്രയോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഉണ്ട്. ഇനിയിപ്പോ ഇവിടെ പറ്റിയില്ലെങ്കിൽ ലോകത്ത് ഏത് കോണിൽ കൊണ്ടിട്ട് ഞാൻ എന്റെ അച്ഛനെ കൊണ്ട് ചികിത്സിക്കില്ലേ? നന്ദന, ഉള്ള കാര്യം പറയാലോ, ഇതൊക്കെ അന്ധവിശ്വാസം. എനിക്കിതിലൊന്നും യാതൊരു വിശ്വാസവും ഇല്ല. തൃച്ചംബരത്ത് അനന്തരാവകാശിയായിട്ട് പുതിയ മരുമകൾ വന്നില്ലെങ്കിൽ അച്ഛന്റെ ജീവൻ പൊലിഞ്ഞു പോവത്രേ. ഇവരൊന്നും ജീവിക്കുന്ന ഈ നൂറ്റാണ്ടിലല്ലേ? മനുഷ്യനോട് ക്രൂരത കാണിക്കുന്ന ഏതെങ്കിലും ഒരു ദൈവം എവിടെയെങ്കിലും ഉണ്ടെന്ന് നീ കേട്ടിട്ടുണ്ടോ? തൃച്ചംബരത്തുള്ളവരെല്ലാം തികഞ്ഞ വിശ്വാസികളല്ലേ അരവിന്ദ്, പ്രത്യേകിച്ച് ആന്റിയും കല്യാണിയും. അത് ശരിയായ വിശ്വാസമല്ല, അതിന് അന്ധവിശ്വാസം എന്ന് പറയും. തികഞ്ഞ അന്ധവിശ്വാസം. അയ്യേ, എനിക്കെന്റെ ബ്രോയുടെ കാര്യത്തിലെ വിഷമം. ബ്രോയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എനിക്കിതൊന്നും സഹിക്കാനാവില്ലായിരുന്നു. എതിർത്തേനെ ഞാൻ. എന്ത് വില കൊടുത്ത് ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ സമ്മതിക്കില്ലായിരുന്നു ഞാൻ. ഏതായാലും അരവിന്ദ് ഇങ്ങനെ വിഷമിക്കാതെ, എന്തായാലും ഇതിനൊരു പരിഹാരം ഉണ്ടായല്ലേ പറ്റൂ. ഇതിനൊരു പരിഹാരം ഉണ്ടാവും. അച്ഛന്റെ ജീവന്റെ പേരിൽ കല്യാണി ബ്രോയെ എന്നേക്കായിട്ട് ഉപേക്ഷിക്കും. എന്നിട്ട് സ്വന്തം ജീവിതവും സഫലീകരിക്കേണ്ട സ്വപ്നവും തകർത്ത് ബ്രോ മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലിയും കിട്ടും. അതാണല്ലോ സംഭവിക്കാൻ പോകുന്നത്. മനസ്സുകൊണ്ട് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു പെണ്ണിനോടൊപ്പം ബ്രോ ദുരിത ജീവിതം നയിക്കും. അങ്ങനെയൊന്നും വരില്ലെന്ന് നമുക്ക് വിശ്വസിക്കാം അരവിന്ദ്. വെറുതെ വിശ്വസിച്ചിട്ട് എന്ത് കാര്യമാണ് നന്ദന? ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോസിറ്റീവായിട്ട് ചിന്തിക്ക അരവിന്ദ്. മനസ്സിൽ നിന്ന് ഇത്തരം ചിന്തകളൊക്കെ മാറ്റിവെക്ക്. ഇങ്ങനെയൊന്നും നടക്കില്ല, നടക്കാൻ പാടില്ല. നമുക്ക് എങ്ങനെയെങ്കിലും കല്യാണി ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കാം. നീ ടെൻഷൻ ആവാതിരിക്കേ. നിന്റെ ടെൻഷൻ കാണാൻ എനിക്ക് വയ്യ. സമാധാനമായിട്ടിരിക്കെ. എനിക്ക് നിന്നോടൊരു ഒറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ. മൂത്ത മരുമകളുടെ സ്ഥാനത്ത് ഇളയ മരുമകളായ നിനക്കാണ് ഇങ്ങനൊരു അവസ്ഥ വന്നിരുന്നെങ്കിൽ എന്നെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ കണ്ടെത്തി എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ തയ്യാറാവൂ നീ? അതെ, ഞാനും നീയും ചെയ്യുന്നത് പരോപകാരം. പക്ഷെ അത് ഇവിടെ ഉള്ളവരാരും ആ അർത്ഥത്തിലും മനസ്സിലാക്കുകയില്ല. ശിവരാമേട്ടന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നീ ചെയ്യുന്നതേ ഈ ലോകത്ത് ഒരു പെണ്ണും ചെയ്യാൻ തയ്യാറാകാത്ത ത്യാഗം. ശിവരാമേട്ടൻ ജീവിച്ചിരിക്കണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹമുള്ളതുകൊണ്ടും നിന്റെ ഈ ധർമ്മസങ്കടം കണ്ട് മനസ്സലിഞ്ഞും ഞാൻ ചെയ്യുന്ന ഒരു ഉപകാരം. ഇതൊക്കെ മറ്റുള്ളവരുടെ നോട്ടത്തിൽ അവര് തെറ്റായിട്ടേ കാണത്തുള്ളൂ. എന്നാലും സാരമില്ല, എനിക്കിപ്പോ നിന്നെ സഹായിച്ചല്ലേ പറ്റുള്ളൂ. മാഡം പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അതെ, ആനന്ദിനൊരു വധുവിനെ കണ്ടെത്തുന്ന കാര്യത്തില് നിന്നെ ഞാൻ സഹായിക്കാം. അതിനായി ഈ ലാപ്ടോപ്പുമായി ഞാൻ വന്നത്. ലാപ്ടോപ്പ് കൊണ്ട് എന്ത് ചെയ്യാനാ മാഡം? കല്യാണി, നീ ഒറ്റയ്ക്ക് കല്യാണാലോചനകൾ നടത്തിയാലൊന്നും തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണന് പെണ്ണ് കിട്ടില്ല. തന്നെയുമല്ല, ഇങ്ങനെയൊന്നും അല്ല ഇപ്പോഴത്തെ കല്യാണാലോചനകള്. അത് കൂടുതലും മാട്രിമോണിയിലൂടെയാ നടക്കുന്നത്. കല്യാണാലോചനകൾ നടത്തുന്നത് തൃച്ചംബരം പോലുള്ള വലിയ തറവാടുകളിൽ നിന്നാ.
അവരോടൊക്കെ നീ സംസാരിച്ചാൽ എങ്ങനെയാ ശരിയാവുന്നേ? തറവാട്ടുകാരാണ് തറവാട്ടുകാരോട് സംസാരിക്കേണ്ടത്. ഞാനൊരു തറവാട്ടുകാരി ആയതുകൊണ്ട് എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റും. ഞാൻ നിന്നെ സഹായിക്കാം. എന്താ? അപ്പോ സഹദേവൻ സ്വയം വന്നതല്ല, വരുത്തിയതാണെന്നർത്ഥം. ആരാണ് സഹദേവന്റെ ഈ അവതരിക്കലിന് പിന്നിൽ? പറയണം. എനിക്ക് താലി കെട്ടിയ എന്റെ ഭർത്താവോ, ഞാൻ നൊന്തു പ്രസവിച്ച എന്റെ മക്കളോ, അതോ MBA ഗോൾഡ് മെഡലിസ്റ്റായ എന്റെ ഈ മരുമകളോ? അതാരും ആയിക്കൊള്ളട്ടെ. എന്നു മുതലേ ഏട്ടത്തി തൃച്ചംബരത്തെ മക്കളെ കൊണ്ട് ഒരു ഭാര്യ ജീവിച്ചിരിക്കുമ്പോ രണ്ടാമതൊരു വിവാഹത്തിന് നിർബന്ധിച്ചു തുടങ്ങിയത്? തൃച്ചംബരം തറവാടിന്റെ ഏത് പാരമ്പര്യ പ്രമാണങ്ങളിൽ ഇത് എഴുതി വെച്ചിരിക്കുന്നത്? ക്രോസ് വിസ്താരത്തിനൊക്കെ സമയം ഒരുക്കാം. ഇപ്പൊ നീ യാത്ര കഴിഞ്ഞു വന്നതല്ലേ, വിശ്രമിക്ക. എന്റെ വരവിന്റെ ഉദ്ദേശം വിശ്രമമല്ല ഏട്ടത്തി. പിന്നെ തൃച്ചംബരത്തെ മൂത്ത പുത്രന് ഏട്ടത്തി പുതിയ കല്യാണം നോക്കാന്നറിഞ്ഞു. എന്നാ പിന്നെ ഈ നിൽക്കുന്നവനോട് ഒരു കല്യാണം നടത്തി കൊടുക്കാന്ന് വിചാരിച്ചു. ഇളയച്ചൻ എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്വം കൂടിയാണല്ലോ അത്. നീ അതിന് തയ്യാറല്ലേ അരവിന്ദ്? നിർത്ത്. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി മരപ്പാവളായിട്ടല്ലല്ലോ മക്കളെ വളർത്തിയത്. പ്രതികരിക്കേണ്ട അടുത്ത് പ്രതികരിക്കണം. എന്നാൽ ഇപ്പൊ നിന്റെയൊക്കെ നാവ് തളർന്നുപോയോ? എവിടെ ഈ വീട്ടിലെ ശ്രീരാമചന്ദ്രൻ, ആനന്ദ്? ബ്രോ ഇപ്പൊ ഇവിടെ ഇല്ല. പറ്റാത്ത കാര്യം പറ്റില്ലെന്ന് ആരുടെ മുന്നിലും തലയുയർത്തി നിന്ന് പറയാൻ കഴിയണം. അതിനുള്ള ആർജവം വേണം ആണുങ്ങളായ. ഇതിനൊക്കെ മാത്രം എന്ത് തെറ്റാ ഏട്ടത്തി കല്യാണം ചെയ്തത്? മതി, നിർത്ത്. എന്നു മുതലാ തൃച്ചംബരത്തെ സഹദേവന് സ്വന്തം കൂടപ്പറപ്പിനേക്കാൾ സ്നേഹം അടുക്കളക്കാരി കല്യാണിയോട് തോന്നി തുടങ്ങിയത്? എന്നു മുതലാ സ്വന്തം ഏട്ടന്റെ ജീവനേക്കാൾ കല്യാണിയുടെ ഭാവിക്ക് നീ വില കൊടുത്തു തുടങ്ങിയത്? ഏട്ടത്തി, നോ, മതി. കൈവിട. ജയന്തി, എന്താ സഹദേവനങ്ങളെ, യാത്രയൊക്കെ സുഖമായിരുന്നോ? യാത്രയുടെ വിശേഷമൊക്കെ ഞാൻ പിന്നെ പറയാം. നിന്റെ ആന്റി എവിടെ? തൃച്ചംബരത്തെ വിലാസിനി. ആന്റി മുകളില് ഇല്ല. എവിടെ പോയെന്നാ ചോദിച്ചത്? അത് ഞാൻ പറയാം, പക്ഷെ എന്നോട് പറയാതെ പോയത്. ഇന്ന് നീ ആന്റി കൊള്ളാലോ, പകല് പോയതാ. മണി ഇത്രയായിട്ടും വീട്ടിൽ കയറണമെന്നില്ല. ഓ, ചുമ്മാ അല്ല സഹദേവനെങ്കിലും ചൂടാങ്ങ. ആന്റി, ഞാൻ എത്ര പ്രാവശ്യം ആന്റിന്റെ ഫോണിൽ വിളിച്ചു, ആന്റി എന്താ ഫോൺ എടുക്കാത്തെ? നീ എന്താടി ഞാനൊരു വഴിക്ക് പോകുമ്പോ എപ്പോഴും ഇങ്ങനെ ഫോൺ ചെയ്തോണ്ടിരിക്കുന്നേ? ഞാൻ ഇത്തിരി തിരക്കിലായിരുന്നു. ആന്റി, സഹദേവനങ്ങൾ വന്നിട്ടുണ്ട്. ആ വിവരം പറയാനും ഞാൻ ഫോണിൽ വിളിച്ചോണ്ടിരുന്നത്. അയ്യോ ഈശ്വര, സഹദേവേട്ടൻ വന്നോ? എന്റെ ഈശ്വര, എന്നെ
എന്നെ കുറെ പ്രാവശ്യം വിളിച്ചിട്ട് ഞാൻ എടുത്തതുമില്ല. ഇവിടെ ഞാൻ നിന്നെ വഞ്ചിച്ചിട്ടില്ല എന്ന എന്റെ വിശ്വാസം. പക്ഷേ അവസാന നിമിഷം നീ എനിക്ക് സമ്മാനിച്ചത് വഞ്ചനയും ചതിയുവാ. ഇത് ചതിയും വഞ്ചനയൊന്നും അല്ല വല്യൂഞ്ഞെ. കടമ, കടപ്പാട്, അല്ലെങ്കിൽ ഈ ജന്മം കൊണ്ട് ഞാൻ ചെയ്യേണ്ട പ്രധാന കർമ്മം. അതാരാലും തടയാൻ കഴിയില്ല. ദൈവനിയോഗം അത് സംഭവിച്ചു തന്നെ തീരണം. നമ്മുടെ കണ്ടുമുട്ടലും ഒത്തുചേരലും ഇതേ ദൈവനിയോഗമായിരുന്നു എന്ന് നീ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിലേതാ ശരിക്കുള്ള നിയോഗം? രണ്ടും സത്യാണ്. ഗ്രഹനിലകളും ദശാസന്ധിയും നമ്മുടെ ഇഷ്ടപ്രകാരമല്ലല്ലോ മാറി പറയുന്നത്. എല്ലാം ദൈവം തീരുമാനിക്കുന്നത് പോലെ. വലിയ ആഹാരം കഴിക്കേ, ഞാൻ വാരിത്തരാം. വേണ്ട. തൂക്കിലേറ്റാൻ സമയം നിശ്ചയിക്കപ്പെട്ടവന്റെ അവസാനത്തെ അത്താഴം അവൻ തന്നെയാ വാരി കഴിക്കുന്നത്. വിധി എഴുതിയ ജഡ്ജിയോ കഴുത്തിൽ കൊലക്കയറ് മുറുക്കുന്ന ആരാചാരമല്ല. കല്യാണി പൊയ്ക്കോ. കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തേണ്ടല്ലേ. എന്നെ തനിച്ചിരിക്കാൻ അനുവദിക്കണം. അങ്ങനെ ഒരു സഹായമാ കല്യാണിയിൽ നിന്ന് ഇപ്പൊ എനിക്ക് വേണ്ടത്. പ്ലീസ്. ആന്റി, ആന്റി ഇവിടെ നിൽക്കുമായിരുന്നോ? ഞാൻ ആന്റി എവിടെയെല്ലാം തിരക്കി. ആന്റിയുടെ ഈ ടെൻഷൻ എനിക്ക് മനസ്സിലായി. ആനന്ദേട്ടന് നല്ലൊരു കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടാത്തോണ്ടല്ലേ? 2 ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. ഏത് സമയം ഒരേ ചിന്തയില ആന്റി. 10ൽ 10 പൊരുത്തമുള്ള ഒരു പെണ്ണ് വേണം. വിഷമിക്കണ്ട ആന്റി, അതിനുള്ള ഒരു പോംവഴിയായിട്ടാ ഞാൻ വന്നേക്കുന്നത്. എന്റെ കയ്യിലുണ്ട് ആന്റി നല്ലൊരു പെണ്ണ്. തൃച്ചംബരത്തിന്റെ പ്രൗഢിക്കും അന്തസ്സിനുമൊക്കെ ചേർന്നൊരു സൂപ്പർ പെണ്ണ്. അവളെ കാണാനൊക്കെ ഒടുക്കത്തെ ഗ്ലാമറാ. നമ്മുടെ ഐശ്വര്യ റായി 2ാമത് നിൽക്കും. മാത്രമല്ല 10ൽ 10 പൊരുത്തമുണ്ട്. ആന്റി എന്തൊന്നും മിണ്ടാത്തെ? ഞാൻ പറഞ്ഞത് സത്യം ആന്റി. നല്ല തങ്കക്കുടം പോലുള്ള കിടിലം പെണ്ണ്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ആന്റിക്ക് എന്താ താല്പര്യമില്ലാത്ത? ഇത് ജീവിതത്തിന്റെ അവസാനമല്ല, ഓരോ അനുഭവങ്ങളുടെ അവസാനമാണ്. അത് തരണം ചെയ്യാനുള്ള മനോധൈര്യം, അത് മാത്രം മതി. എല്ലാം നേരെയാകും.
ആ ശരി, ഞാൻ വിളിക്കാം. പ്രിയങ്കേ, തൃച്ചംബരത്തെ കല്യാണാലോചന തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ പൂവള്ളി തറവാട്ടിലേക്കാ ആലോചന വന്നത്. ഞാനാണ് മുടക്കിക്കളഞ്ഞത്. അവർക്കും നല്ല താല്പര്യമുണ്ടായിരുന്നു. ശ്രീയേട്ടാ, തൃച്ചംബരത്തെ ആനന്ദകൃഷ്ണനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാത്ത പെണ്ണുങ്ങൾ ഈ ഭൂലോകത്തുണ്ടോ? സ്വർണ്ണ മെഡലോടുകൂടിയ വിദ്യാഭ്യാസം, സൗന്ദര്യം, സമ്പത്ത്, പ്രൗഢി, പോരാത്തതിന് നിമിഷങ്ങൾക്ക് വിലയുള്ള ബിസിനസ് മാഗ്നറ്റ്. പിന്നെ ഏതെങ്കിലും പെണ്ണ് മോഹിക്കാതിരിക്കോ അയാളുടെ ഭാര്യ അവൻ? യെസ്, യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ്. അത് തന്നെയാണ് രണ്ടാം ഘട്ടെന്ന് പറഞ്ഞിട്ടും മാർക്കറ്റിൽ ഇത്രയും മൂല്യം. 10 തലമുറയ്ക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള സമ്പത്തുണ്ടല്ലോ തൃച്ചംബരത്ത്. സ്റ്റാറ്റസും പണവും ഒക്കെ ഉണ്ടെങ്കിൽ ഇക്കാലത്ത് രണ്ടാം ഘട്ടമൊക്കെ ആർക്കാ പ്രശ്നം? ചേട്ടാ, തൃച്ചംബരത്തെ വിലാസിനി ഇവിടേക്ക് വരുന്നുണ്ട്. ഫോൺ ചെയ്തിട്ട് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. ഓഹോ, വിലാസിനി ഓടിപ്പടച്ചിങ്ങോട്ട് വരണമെങ്കിൽ എന്തോ തക്കതായ കാരണം ഉണ്ടാവുമല്ലോ. കാര്യമുണ്ടാവട്ടെ, കാര്യമുണ്ടാവണം. തൃച്ചംബരത്തെ അശാന്തതയാണ് വിലാസിനി ഇങ്ങോട്ട് ഓടി വരാൻ കാരണമെങ്കിൽ ഈ പ്രിയങ്കയെ കാണാൻ അവര് വരണം. ഞാനും അതിനെ കാത്തിരിക്കുക. നിന്റെ വർമ്മയങ്ങളാണ്. വർമ്മയെങ്കിലോ? തൽക്കാലം കട്ട് ചെയ്തേക്ക്. അങ്കിളിന് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തലയ്ക്ക് പിടിച്ചിരിക്കുക. ആ, നമ്മള് പ്രതീക്ഷിച്ചിരുന്ന ആളെത്തി. എല്ലാം തകർന്നു. എന്തുപറ്റി ആന്റി? തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി ചത്തുപോയോ? തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിക്ക് ഒരു കുലുക്കവും ഇല്ല. പിന്നെ എന്ത് പറ്റി ആന്റി? എന്താണെന്ന് പറ. ഇതിൽ കൂടുതൽ എന്ത് പറ്റാൻ? എന്റെ കെട്ടിയോ വന്നിട്ടുണ്ട്, തൃച്ചംബരത്തെ സഹദേവൻ. ആഹാ, സഹദേവൻ നിങ്ങൾ വന്നോ? ആ, വരുന്ന കാര്യം പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇതെന്നെ അറിയിക്കാതെയുള്ള വരവാ. അതിന് പിന്നിൽ എന്തോ ഉണ്ട് പ്രിയങ്കെ. അതെ ആന്റി, രാജരാജേശ്വരി മരിച്ചപ്പോ നാടാകെ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയാണ് മരിച്ചപ്പോ എന്ന് പറഞ്ഞപ്പോ പോലും എത്തിച്ചേരാത്ത ആളാ. അങ്ങനെയുള്ളൊരാൾ ഇപ്പൊ തൃച്ചംബരത്ത് വന്ന് അവതരിക്കണമെങ്കിൽ ഒരു സംശയവും വേണ്ട, ആരോ വരുത്തിച്ചതാ. ആന്റിക്ക് തഞ്ചത്തിലൊന്ന് ചോദിച്ചൂടായിരുന്നോ എന്താ ഈ വരവിന്റെ ഉദ്ദേശം? ഓ, ഒരു പ്രാവശ്യം ചോദിക്കാൻ ചെന്നതിന്റെ പാട് ഇതുവരെ മാഞ്ഞിട്ടില്ല എന്റെ കവളത്ത് നിന്ന്. എനിക്ക് തോന്നി ആന്റിയുടെ പെട്ടെന്നുള്ള ഈ വരവ് കണ്ടപ്പോ എന്തോ കുഴപ്പമുണ്ടെന്ന്. ഏതായാലും ഏട്ടത്തിക്കൊപ്പം നിൽക്കാനാവില്ല മിസ്റ്റർ സഹദേവന്റെ വരവ്. കാരണം മനസ്സുകൊണ്ട് അയാള് കല്യാണിയുടെ പക്ഷത്താ. അതെ, അതാണ് എനിക്കിപ്പോ ഭയം. ഈ കല്യാണത്തിന് എന്തെങ്കിലും തടസ്സം ഉണ്ടാക്കി വെക്കുമെന്നാ എന്റെ പേടി. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്യാണമുണ്ടാ സൗരഭ്യം എന്ന് പറയുന്നത് പോലെ ആ ജയന്തിയുമായുള്ള കൂട്ടുകൊണ്ടായിരിക്കും ആന്റി ഈ വിഡ്ഢിത്തരങ്ങളൊക്കെ വിളിച്ചു പറയുന്നത്. തൃച്ചംബരത്തെ ഏറ്റവും കരുത്തർ അഖിലാണ്ടേശ്വരിയോ സഹദേവനങ്ങളോ ഒന്നും അല്ല, അത് കല്യാണിയാ. പാഞ്ചാലി ശബ്ദമെന്ന് ആന്റി കേട്ടിട്ടില്ല, അതുപോലെയാ കല്യാണിയുടെ തീരുമാനങ്ങളും. തൃച്ചംബരത്തെ ആനന്ദകൃഷ്ണനെ സ്വന്തമാക്കിയതും ഇപ്പൊ വിട്ടുകൊടുക്കാന്ന് തീരുമാനിച്ചതും ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാ. പ്രത്യേകിച്ച് തൃച്ചംബരത്തെ ശിവരാമന്റെ ജീവൻ. ഇവിടുന്ന് മാറി താമസിക്കണം. അതാ ഞാൻ ചോദിക്കുന്നേ, എങ്ങോട്ടാന്ന്? എങ്ങോട്ടെങ്കിലും, ആരും തേടി വരാത്തൊരിടത്ത്. ഈ ചേച്ചി എന്തായി പറയുന്നേ? ഈ ചേച്ചി പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പോഴൊക്കെ ജീവിതം അങ്ങനെയാണ് കൂട്ട. ചിലതൊന്നും നമുക്കെപ്പോഴും മനസ്സിലാക്കി തരില്ല. എന്നാ മനസ്സിലായി വരുമ്പോഴേക്കും ജീവിതം അവസാനിക്കാറാവും. ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? ഒന്ന് ശരിക്കും പറയേ. നീ വന്നിട്ടൊന്നും കഴിച്ചില്ലല്ലോ, ഞാൻ ആഹാരം എടുത്തു വെക്കാം.
എന്താ അച്ഛ ഈ ചേച്ചി പറയുന്നത്? അച്ഛൻ പോയത് പിന്നെ ഈ ചേച്ചി അടിമുടി മാറിപ്പോയത് പോലെയാ. എന്നോട് എപ്പോഴും ദേഷ്യ. അല്ല, അമ്മ എന്തൊന്നും പറയാത്ത? എന്നെ കാണാൻ നിൽക്കാതെ പോയെങ്കിലും ചേച്ചിയെ കൊഞ്ചിച്ച് വഷളാക്കിയത് അമ്മ കൂടെ തന്നെ ആയിരിക്കും അല്ലേ? ചില നേരത്ത് വലിയ വലിയ പണ്ഡിതന്മാര് സംസാരിക്കുന്ന പോലെയാ ചേച്ചി സംസാരിക്കുന്നത്. ഇപ്പൊ തന്നെ ചേച്ചി പറഞ്ഞിട്ട് പോയത് അമ്മ കേട്ടതല്ലേ? വല്ലതും മനസ്സിലായോ? അനിയുട്ടാ ഇതാ വരുന്നു. കാമനാശായ മഹച്ഛരായ നമഃ. ഓം മുത്തഞ്ചരായ നമഃ. ഓം നിശാചരായ നമഃ. ഓം പ്രേതചാരിണേ നമഃ. ഓം ഭൂതചാരിണേ നമഃ. നമസ്കാരം. എന്താണാവോ? ഗുരുജി വിളിക്കാം. ഓം വിഭവേ നമഃ. ഓം അർദ്ധായ നമഃ. ഓം ബലഘ്നേ നമഃ. സ്വാമിജി, അങ്ങേ കാണാൻ. മഹേശ ഭഗവാനെ, ശംഭോ മഹാദേവ. നമസ്കാരം. നമസ്കാരം. ശിവരാമനെന്താ ഈ ആശ്രമത്തിൽ? അത് ഗുരുജി, വിഷയം ഗൗരവമുള്ളതാണെന്ന് മനസ്സിലായി. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. മനസ്സിലെന്തോ കരിങ്കല്ല് കെട്ടിവെച്ചതുപോലെ ഭാരം. പഴയതുപോലെ മെഡിറ്റേഷൻ ഒന്നുമില്ല അല്ലേ? ധ്യാനത്തിലിരിക്കാൻ ഏകാഗ്രത വേണമല്ലോ ഗുരുജി. എന്റെ ജീവൻ രക്ഷിക്കാൻ ഇളയച്ചന് വിധിച്ച ഉപാധിയുണ്ടല്ലോ. ആ ഉപാധി പ്രാവർത്തികമാക്കിയാൽ തൃച്ചംബരം തകരും. ആഭ്യന്തര യുദ്ധങ്ങൾ വരെ ഉണ്ടാകും. ത്രികാലജ്ഞാനിയും ലോകപരിജ്ഞാനമുള്ള മഹാനായ ഋഷികേശ സ്വാമികൾ എന്തേ അത് മനസ്സിലാക്കാതെ പോയത്? അദ്ദേഹത്തോട് തന്നെ ചോദിക്കാമായിരുന്നില്ലേ? സാഹചര്യം അനുകൂലമല്ലേ. സ്വാമികൾ ഇവിടെ ഉണ്ടെങ്കിൽ നേരിട്ട് സംസാരിക്കാൻ തന്നെയാ വന്നത്. അദ്ദേഹം ഇവിടെ ഇല്ലല്ലോ. അല്ല ജയന്തി, ഈ കുംഭകർണ സേവയൊക്കെ മതിയാക്കിയിട്ട് ഭഗവത് സേവ നീ തുടങ്ങിയോ? ജയന്തി, നിന്റെ ദേഹത്തെ ഗന്ധർവൻ കൂടിയെന്നറിഞ്ഞല്ലോ. നീ ഒന്നും മനസ്സ് വച്ചാ ആ ഗന്ധർവനെ ഒഴിപ്പിച്ച് നിന്നെ ഞാൻ അപ്സരസാക്കി മാറ്റാം. അയ്യോ വേണ്ടായേ. ഒരു ഗന്ധർവനെ ഒഴിപ്പിച്ചു വിട്ടേന്റെ പാട് എനിക്കേ അറിയൂ. ഇനി ഒരു അപ്സരസിനെ കൂടി ഈ ബോഡി താങ്ങൂല. അങ്ങനെ ഒഴിപ്പിച്ചു വിടുന്ന അപ്സരസല്ല. തൃച്ചംബരത്തിന്റെ സിംഹാസനത്തിൽ നിവർന്നിരിക്കുന്ന സർവാഭരണ വിഭൂഷിതയായി അധികാരത്തിന്റെ കിരീടവും ചെങ്കോലുമുള്ള തൃച്ചംബരത്തിന്റെ പുതിയ അവകാശിയായ അപ്സരസ്. പ്രിയങ്കേ, സത്യം പറഞ്ഞ എനിക്കൊന്നും മനസ്സിലായില്ല. എന്നാലും കേൾക്കാൻ നല്ല സുഖമുണ്ട്. പിന്നെ എങ്ങനെ ഒന്നുകൂടെ പറയാമോ? കേൾവിക്ക് മാത്രം സുഖമുള്ള കാര്യമല്ല ജയന്തി ഞാൻ പറഞ്ഞത്. നീ സമർത്ഥ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ തൃച്ചംബരത്ത് വിലാസിനിയേക്കാൾ സമർത്ഥ.
സുന്ദരി. അയ്യോ, നിന്നെ എനിക്ക് വേണം. ശരി സീതാലക്ഷ്മി, അതിന്റെ മറുപടി എന്തായാലും അത് കല്യാണിയോട് തന്നെ പറഞ്ഞാൽ മതി. ദാ. ഹലോ കല്യാണി മാഡം. കല്യാണി, അഖിലയ്ക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾക്ക് സമ്മതമാണ് കല്യാണി. സന്തോഷായി മാഡം. ഞാൻ വൈജയന്തിയുമായി സംസാരിച്ചു, അവൾക്കും സമ്മതം. ഇരു കൂട്ടർക്കും സമ്മതമായ സ്ഥിതിക്ക് കാര്യങ്ങൾ നമുക്ക് വളരെ വേഗം നീക്കണം. എത്രയും പെട്ടെന്ന് കല്യാണം. വളരെ നന്ദിയുണ്ട് മാഡം. ശരി കല്യാണി, എങ്കിൽ ഫോൺ വെക്കട്ടെ? ആ ശരി. ആ ശരി. മാഡം, അവര് ഈ കല്യാണത്തിന് സമ്മതം അറിയിച്ചിരിക്കുക. ഈ കല്യാണത്തിന് നിനക്ക് പൂർണ്ണ സമ്മതമാണ് ആനന്ദ്. Come on, answer me. എന്നെ സംബന്ധിച്ചിടത്തോളം കല്യാണിയുടെ തീരുമാനം തന്നെയാണ് എന്റെയും തീരുമാനം. ആന്റി വ്യക്തമായിട്ട് അറിഞ്ഞിട്ടാണോ ഈ പറയുന്നത്? അതെ, അവര് സമ്മതവും പറഞ്ഞു കഴിഞ്ഞു. തൃച്ചംബരത്തെ ആനന്ദകൃഷ്ണന്റെ പെണ്ണ് നോക്കുമ്പോ അത് ഏതെങ്കിലും പ്രഭു കുടുംബത്തിൽ നിന്നായിരിക്കും എന്ന് കരുതി എനിക്കറിയാവുന്ന തറവാട്ടുകാരെയൊക്കെ പിന്തിരിപ്പിച്ചു വെച്ചിരുന്നതാ ഞാൻ. അവിടെയും ഈ മംഗലത്ത് സീതാലക്ഷ്മിയുടെ കാര്യം മറന്നു. മറന്നില്ലെങ്കിലും നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ അടുത്ത കൂട്ടുകാരിയാ ഈ മംഗലത്ത് സീതാലക്ഷ്മി. മക്കളുടെ കാര്യം വരുമ്പോ എന്ത് ചങ്ങാത്തു ആന്റി. രണ്ടാം കെട്ടെന്ന ഒറ്റ കാര്യം പോരെ ഈ തീരുമാനം ഒന്ന് മാറി മറിയാൻ. അവിടെയും നിനക്ക് തെറ്റി. നീ ഈ പറഞ്ഞ മംഗലത്ത് സീതാലക്ഷ്മിയുടെ മകള് വൈജയന്തി, അവള് നീ വിചാരിക്കുന്ന പോലെ ഒരു സാധാരണ പണക്കാരി പെണ്ണല്ല. അഴകും അറിവും സാമർഥ്യവുമുള്ളവളാ. അതിന് അവന്റെ സമ്മതം ആർക്ക് വേണം? സ്വാമികൾ പ്രവചിക്കുന്നു, കല്യാണി സമ്മതിക്കുന്നു. പെണ്ണിനെ കണ്ടെത്താൻ അഖില കൽപ്പിക്കുന്നു, കല്യാണി അനുസരിച്ചു. പെണ്ണിനെ ഉറപ്പിച്ചു. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഈ കല്യാണം നടന്ന അവളെങ്ങാനും തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മരുമകളായിട്ട് വന്ന നിന്റെ കാര്യം പോക്കാം. അടുത്ത ദിവസം മകുടി ഊതുന്നവരുമായി എത്തി നാഗമഠത്തെ തോലുരിഞ്ഞു കിടക്കുന്ന പാമ്പുകളെ അടക്കം മാളത്തിൽ നിന്നും പുറത്ത് ചാടിച്ച് പരസ്പരം തല തല്ലിപ്പിച്ച് കൊന്നൊടുപ്പിക്കും. അതാ ഈ വൈജയന്തി. അതിനവളെ ഒന്നുകൂടി ജനിക്കണം. ഈ കല്യാണം നടന്നാലല്ലേ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. നടക്കില്ല. ഈ കല്യാണം നടക്കാൻ പോകുന്നില്ല ആന്റി. ഓക്കെ, ഇത് തടയാൻ എന്ത് പ്ലാനാ നീ ചെയ്യാൻ പോകുന്നത്? അതൊക്കെ വഴിയെ പറയാം ആന്റി. ഇപ്പൊ ചെന്ന് അവിടെ എന്തൊക്കെയാ കല്യാണ ഒരുക്കങ്ങളെന്ന് നോക്കി പറയാം. ശരി.
എന്നോട് പറയാതെ നീ ചെയ്യാൻ പോകുന്ന പ്ലാൻ എന്താണെന്ന് നമുക്ക് നോക്കാം. വന്നില്ലേ? ഓ ശരി ശരി. കല്യാണി അമ്പിളിക്കലയിലും ചെന്നിട്ടില്ല. പിന്നെ കല്യാണം ഇതിവിടെ പോയി. അഖില, നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? അതിന് ഞാനെന്തു പറയാനാ? അവൾ എന്നോട് പറഞ്ഞിട്ടല്ല എവിടേക്കെങ്കിലും ഒക്കെ പോകുന്നത്. അല്ല, എന്തോ തീരുമാനം എടുത്ത പോലെ ആയിരുന്നു അവളുടെ 2-3 ദിവസത്തെ നടപ്പൊക്കെ. എനിക്കെന്തോ പേടി തോന്നുന്നുണ്ട്. ഇവിടെ ഇപ്പൊ ഏത് കാര്യത്തിനും പകയും പ്രതികാരവും ഒക്കെ ആണല്ലോ. ഒരാളെ കാണാതെ വന്നപ്പോ എന്തൊക്കെ കഥകളാ മെനയാൻ തുടങ്ങുന്നേ. ഇത് കഥയൊന്നും മെനയുന്നതല്ല. ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച ഒരാളുടെ മുഖം കണ്ടാ അറിയാം. ഇനി ഏതെങ്കിലും റെയിൽവേ പാളത്തിലോ കായലിലോ തിരക്കാ മതി. നിർത്ത്. മറ്റുള്ളവരുടെ ക്ഷമ പരീക്ഷിക്കരുത്. ഇതൊക്കെ മനുഷ്യജന്മോടത്താണെന്ന് പറയുന്നുണ്ടെങ്കിൽ തെറ്റു തോന്നും. കൃഷ്ണേട്ടാ, കല്യാണി എവിടെ പോയി കാണും? അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. കല്യാണി എവിടെ? ഇനിയിപ്പോ മനപ്രയാസം കൊണ്ട് അവൾ വല്ല കടുങ്കയും ചെയ്യുമെന്നാ എന്റെ പേടി. അങ്ങനെയാണെങ്കിൽ അതും തൃച്ചംബരത്തിന്റെ പെടലേക്കിരിക്കും. അഖിലാന്റെ തട്ടിക്കളഞ്ഞതായിട്ടേ നാട്ടുകാര് പറയൂ. എന്താ ഇവിടെ? എന്താ ഇവിടെ എല്ലാരും അന്താളിച്ച് നിൽക്കുന്നേ? രാവിലെ മുതൽ കല്യാണിയെ കാണുന്നില്ല. അല്ല, ഫോൺ വിളിച്ചു നോക്കിയില്ലേ? അല്ലെങ്കിൽ വല്ല അമ്പലത്തിലെങ്കിലും പോയിട്ടുണ്ടാവും. രാവിലെ മുതൽ വിളിക്കുന്നുണ്ട് സാർ. ആദ്യം ബെല്ല് തീരും വരെ കട്ടാകില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ആദ്യത്തെ ബെല്ലിൽ തന്നെ കട്ടാക്കുകയാണ്. ഹലോ. പറയണ്ടേ? അതെ, പറയാനൊന്നുമില്ല, അറിയാനേ ഉള്ളൂ. എന്താ ആന്റി? സത്യം പറ, നീ അവളെ തട്ടിക്കൊണ്ടുപോയോ അതോ കൊന്നു കളഞ്ഞോ? ആരുടെ കാര്യം ആന്റി പറയുന്നത്? കല്യാണിയുടെ കാര്യം. കല്യാണിയുടെ കാര്യോ? കല്യാണിക്ക് എന്തു പറ്റി? അയ്യോ, ഇന്ന് രാവിലെ മുതൽ കല്യാണിയെ കാണാനില്ല. കല്യാണിയെ കാണാനില്ലെന്നോ? അതെ, അവളെ കാണാതെ വന്നപ്പോ ഞാൻ പെട്ടെന്ന് സംശയിച്ചത് നിന്നെയാ. അതെ, നിന്റെ കൈകൾ ഇതിന്റെ പിന്നിലുണ്ടോന്ന്. ഇല്ല ആന്റി, അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് ആന്റിയോട് പറയായിരുന്നല്ലോ. ഓ, പിന്നെ അതൊക്കെ അങ്ങ് പണ്ട്. അഖിലാണ്ടേശ്വരിയെ തട്ടിക്കൊണ്ടു പോയപ്പോ അത് നീ എന്നെ അറിയിച്ചായിരുന്നോ? ദേ പ്രിയങ്കെ, നീ എന്നോട് വിളവിറക്കരുത്. നീ അവളെ കൊല്ലുകയോ തിന്നുകയോ എന്തോ ചെയ്തോ, പക്ഷെ എനിക്കത് അറിയണം. ആന്റി, ഇനി സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിക്കേണ്ടി വരുന്ന മനപ്രയാസത്തിൽ അവള് വല്ല ആറ്റിലോ കടലിലോ ചാടി ആത്മഹത്യ ചെയ്തു കാണും. ഏയ്, അവളതൊന്നും ചെയ്യില്ല. അങ്ങനെ ചെയ്യുന്നവളാണെങ്കിൽ ഭർത്താവിന് വേണ്ടി മറ്റൊരു പെണ്ണിനെ കണ്ടെത്തുമായിരുന്നില്ലല്ലോ. ഇത് എന്നെക്കാളും ഏറെ നിനക്ക് നന്നായിട്ട് അറിയാലോ. പറ, നീ അവളെ എന്ത് ചെയ്തു? തൃച്ചംബരത്തിന് പുറത്ത് എല്ലാവരും വിളറിപ്പോണ്ട് നിൽക്കുക, കല്യാണി കാണാതെ.
നീ പറ, കല്യാണി നീ എന്ത് ചെയ്തു? ആന്റി, അവള് വല്ല സത്രവും നോക്കി പോയതായിരിക്കും. ആനന്ദിന്റെ കല്യാണം കഴിയുമ്പോ ശേഷിച്ച ജീവിതം ജീവിച്ചു തീർക്കാൻ. ആന്റി എന്റെ അടുത്ത് സംസാരിച്ച സമയം കളയാതെ അവിടെ എന്താ നടക്കുന്നതെന്നൊന്ന് തിരക്കി വെക്ക്. മതി, എനിക്കിത് കേട്ടാ മതി. അപ്പോ കല്യാണി കാണാതായതിന്റെ പിന്നിൽ നീയല്ലല്ലോ? ആ ശരി. അരവിന്ദേ, അരവിന്ദ് നിക്ക്. രാവിലെ ഡ്രസ് ചെയ്ത് ഇത്ര സ്പീഡിലേക്ക് ഇത് ഇങ്ങോട്ടേക്കാ. എന്ത് ചെയ്യാനാ ഈ പോന്നെ? ആരെ കാണാനാ പോന്നെ? അടി, അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഞാൻ പോരാ, എനിക്കിപ്പോ അറിയണം. എന്നിട്ടാ ഞാൻ നിന്നെ പുറത്തേക്ക് വിടും. പറയേ, എങ്ങോട്ടേക്കാ പോന്നെ? എന്താ നിന്റെ ഉദ്ദേശം? എന്റെ ഉദ്ദേശം എന്താണെന്ന് അറിഞ്ഞാൽ നീ എന്നെ തടയരുത്. ഉദ്ദേശം നല്ലതാണെങ്കിൽ ഞാൻ തടയില്ല. നല്ലതല്ലെങ്കിൽ ഭാര്യ എന്ന നിലയ്ക്ക് എനിക്ക് തടയേണ്ടി വരും. ഞാനൊരാളെ കിഡ്നാപ്പ് ചെയ്യാൻ പോവാ. വാട്ട്? കിഡ്നാപ്പ് ചെയ്യാനോ? ആരെ? ചോദിച്ചത് കേട്ടില്ലേ? നീ ഇന്നു മുതലാ ഇങ്ങനെ ഗുണ്ടാപ്പണി തുടങ്ങിയെന്ന്. അതൊക്കെ പറയും. ഗുണ്ടാപ്പണി ചെയ്യാനല്ല, ചെയ്യിപ്പിക്കാനാ പോകുന്നത്. എടി, അവള് രാവിലെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങും. അവളെ ഞാൻ കിഡ്നാപ്പ് ചെയ്യാൻ പോകുന്നത്. അതാരെയാണെന്നാ ഞാൻ ചോദിക്കുന്നേ. എടി, വൈജയന്തി. അവള് രാവിലെ ലാൻഡ് ചെയ്യുന്ന കല്യാണി അമ്മോട് പറയുന്നത് ഞാൻ ജോഗിങ് കഴിഞ്ഞ് വന്നപ്പോ കേട്ടു. വൈജയന്തി അവളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് മാറ്റിയേ പറ്റൂ. കല്യാണം നടക്കാതിരിക്കാൻ ഞാൻ ആലോചിച്ചിട്ട് ഇതല്ലാതെ വേറൊരു മാർഗവും ഇല്ല. നീ ഇനി വെറുതെ തടയാൻ നിൽക്കണ്ട. ഇല്ല, തടയില്ല. അരവിന്ദ് പറഞ്ഞത് ശരിയാ. ഇതല്ലാതെ നമ്മുടെ മുന്നിൽ മറ്റു മാർഗങ്ങളില്ല. ഏതായാലും ധൈര്യപൂർവ്വം പോയിട്ട് വാ. സൂക്ഷിക്കണം, എതിർകക്ഷി പെണ്ണാണ്. പെണ്ണിനെ തൊട്ടാലോ നോക്കിയാലോ ഇപ്പൊ വലിയ പുലിവാലാവുന്ന കാലമാ. അതുകൊണ്ട് തന്നെ നീ നേരിട്ട് ഇടപെടരുത്. ഓർഗനൈസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ? ശരി, ഞാൻ പോയിട്ട് വരാം. ആ പിന്നെ ഇനി ഇവിടെ ആരന്വേഷിച്ചാലും ഞാൻ എവിടെ പോയി അറിയില്ല എന്ന് പറഞ്ഞാൽ മതി. അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. നീ ധൈര്യമായിട്ട് പോയിട്ട് വാ. നമ്മള് തയ്യാറാക്കിയിരുന്ന എല്ലാ പദ്ധതികളും പൊളിഞ്ഞല്ലോ ആന്റി. അയ്യോ, എന്താ പ്രിയങ്ക പറ്റിയേ? എനിക്കൊന്ന് മനസ്സിലാവുന്നില്ലല്ലോ, വിശദമായി പറ. ആ വൈജയന്റെ എയർപോർട്ടിൽ നിന്ന് കിഡ്നാപ്പ് ചെയ്യാൻ ഞാൻ എന്റെ കുറച്ച് ആളുകളെ അയച്ചിരുന്നു. എന്നിട്ട് അവരെല്ലാവരും അവിടെ കാത്തുനിന്നു. എന്നാ അവൾ എയർപോർട്ടിന്റെ പുറത്തിറങ്ങിയ സമയത്ത് മറ്റാരോ വന്ന് അവിടെ അവളെ തട്ടിക്കൊണ്ടുപോയി. അയ്യോ, എന്തൊക്കെയാ കേൾക്കുന്നേ? ആരാ അത് ചെയ്തത്? അറിയില്ല ആന്റി. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും പ്രിയങ്കേ? അതാ ഞാനും ആലോചിക്കുന്നത്. എന്ത് ചെയ്യണമെന്നറിയില്ല. ആകെ ഒരു ടെൻഷൻ. കല്യാണം തീരുമാനിച്ചു വെച്ചിരുന്ന പെണ്ണിനെ ആരായിരിക്കും തട്ടിക്കൊണ്ടുപോയിരിക്കുക? ആരായിരിക്കും ഇങ്ങനെ ഒരു കൃത്യം ചെയ്തിരിക്കുക? പ്രിയങ്കേ, എനിക്കൊരു സംശയം. ദേ, ആ സംശയം സത്യമാകാനാ 100% സാധ്യത. എന്താ ആന്റി? ആന്റി എന്താ സംശയിക്കുന്നേ? അതെ പ്രിയങ്കേ, നിന്നെപ്പോലെ ഈ കല്യാണം നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ, ആ ആള് തന്നെയാ ഈ തട്ടിക്കൊണ്ടു പോകലിന് പിന്നിൽ. ആരാ ആന്റി? നമ്മുടെ പ്ലാനിങ് അതേപടി നടപ്പിലാക്കി അവനെ സമ്മതിക്കണം. ആരെ ആന്റി സംശയിക്കുന്നേ? വേറെ ആര് പ്രിയങ്കേ? ഇവിടെ ഒരുത്തനില്ലേ, ഏട്ടനും ഏട്ടത്തിയമ്മയ്ക്കും വേണ്ടി എല്ലാം ത്യജിക്കാനും മരിക്കാനും നടക്കുന്ന ഒരുത്തൻ, അരവിന്ദ്. അവനെ അത് ചെയ്യൂ, അതെനിക്ക് ഉറപ്പാ. അവനായിരിക്കും ആന്റി? ഒരു സംശയം വേണ്ട പ്രിയങ്കേ,
അവൻ തന്നെയായിരിക്കും ഇത് ചെയ്തത്. ശ്ശേ, കൃത്യമായിട്ട് തയ്യാറാക്കി വെച്ച എല്ലാ പ്ലാനുകളും ചീട്ടുകൊട്ടാരം പോലെ തകർന്നല്ലോ ആന്റി. നീ സമാധാനപ്പെട്. ഇനി എന്താ വേണ്ടതെന്ന് ചിന്തിക്കും. ആ, ഏതായാലും എന്റെ സംശയം ഞാൻ ഒന്നുകൂടി ഉറപ്പിച്ച ശേഷം നിങ്ങൾ ഒന്നുകൂടി വിളിക്കാം. ശരി. അയ്യോ അയ്യോ, രുചിക്കേണ്ടിയിരുന്നില്ല. മന്ത്രവാദിയുടെ ചാത്തം കുഞ്ഞ് വയറ്റിലേക്ക് നുഴഞ്ഞു കയറൂ? ഏയ് ഇല്ല. രാമായണങ്കിൾ. രാമായണനങ്കിളല്ല, നാരായണനങ്കിൾ. അതെ അതെ, ഭയങ്കരം. നീ എന്താ പാല് കളക്കിയത്? അത് കൂടോ കുങ്കുമപ്പൂ. കൂടോ കുങ്കുമപ്പൂവോ? അല്ല, കുങ്കുമപ്പൂ. നന്ദന പ്രഗ്നന്റ് അല്ലേ, അപ്പൊ നന്നായിട്ട് വെളുക്കണം. എന്നാലേ ജനിക്കാൻ പോകുന്ന കുഞ്ഞ് നല്ല വെളുപ്പുണ്ടാവുള്ളൂ. നന്ദനയ്ക്ക് ഇപ്പൊ തന്നെ നല്ല വെളുപ്പുണ്ട്. ഇനി നീയായിട്ട് കൂടുതൽ വെളുപ്പിക്കാൻ നോക്കണ്ട. ശരിക്കും വെളുക്കേണ്ടത് നീയാ. നിനക്ക് ഈ വെളുപ്പ് പോരാ. അതുകൊണ്ട് ആ കൂടോ കുങ്കുമപ്പൂ കലക്കിയത് നീ തന്നെ അങ്ങ് കുടിക്കും. അയ്യോ, എനിക്ക് വേണ്ട. ആ അമ്മേ, എല്ലാവർക്കും എന്നോട് എന്ത് സ്നേഹമാണെന്ന് അറിയാമോ? പ്രത്യേകിച്ച് അഖില ആന്റിക്ക്. ഇവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് വരാം. ലോക്കറിൽ നിന്ന് ഓർണമെന്റ്സ് ഒക്കെ എടുക്കണ്ടേ? അയ്യോ, എനിക്ക് വയ്യേ. ഇതൊന്നും വരുന്നുമില്ലല്ലോ. ഏയ്, അതുകൊണ്ടൊന്നും അല്ലമ്മേ. ആ ശരി ശരി അമ്മേ, ഞാൻ വരാം. എന്റെ പ്രിയപ്പെട്ട പ്രധാന സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? നോ നോ നോ, പനീർ ടിക്കൊന്നും വേണ്ട. നല്ല പഴങ്ങഞ്ഞി, കാന്താരി മുളകും, കട്ട തൈര്, നല്ല കടുമാങ്ങ അച്ചാറ്, ഉണക്ക ചെമ്മീൻ ചമ്മന്തി. എന്താ താമസം? ആവശ്യ സമയത്ത് വരേണ്ടത് വരെയൂല. എന്നാ ഒരു ചിക്കനും മട്ടനും കൂടി ചേർന്നുള്ള ഒരു സദ്യ ഒന്ന് നോക്കട്ടെ. അതിന്റെ തലേ ദിവസം പനി ഛർദിൽ.